ഹലോ ഫ്രണ്ട്സ്, 26 ദിവസം നീണ്ടു നിന്നിരുന്ന മൊറോക്കോയിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം കപ്പലിപ്പോൾ ഉള്ളത് സിംഗപ്പൂർ പോർട്ടിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പോർട്ടുകളിലൊന്നിൽ. മൊറോക്കോയിലെ തഞ്ചീർമെഡ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും തുടങ്ങിയ യാത്രയാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കഴിഞ്ഞ് മലാക്ക സ്ട്രീറ്റും കഴിഞ്ഞ് സിംഗപ്പൂർ സ്ട്രീറ്റും കഴിഞ്ഞ് കപ്പലിപ്പോൾ എത്തി നിൽക്കുന്നത് സിംഗപ്പൂർ പോർട്ടിലാണ്. സിംഗപ്പൂർ വന്നാൽ എല്ലാ തരത്തിലുള്ള കപ്പലുകളെയും കാണുവാൻ സാധിക്കും. കാരണം ലോകത്തിലെ തന്നെ പ്രശസ്തമായ സിംഗപ്പൂർ സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പോർട്ടുകളിലൊന്നാണ് സിംഗപ്പൂർ പോർട്ട്. ദിവസവും 100 കണക്കിന് കപ്പലുകൾ സിംഗപ്പൂരിൻ്റെ പോർട്ടുകളിൽ എത്താറുണ്ട്. പസഫിക് ഓഷ്യനിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഗൾഫിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും പോകുവാൻ ഉപയോഗിക്കുന്നത് സിംഗപ്പൂർ സ്ട്രേറ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കപ്പലുള്ള ഈ പോർട്ടിൽ നിന്നും ദിവസവും 10,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന ക്രെയിനുകൾ കണ്ടെയ്നറുകളെ കളിപ്പാട്ടം പോലെ എടുത്ത് മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള കൂടുതലും ക്രെയിനുകൾ ഓട്ടോമാറ്റിക്കാണ്. കുറച്ച് മനുഷ്യരും കൂടുതലും മനുഷ്യൻ്റെ കണ്ടുപിടുത്തവുമാണ്. സിംഗപ്പൂർ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ്, പക്ഷേ ലോകത്തിൻ്റെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഹബ്ബായിട്ടാണ് സിംഗപ്പൂർ പ്രവർത്തിക്കുന്നത്. ദിവസങ്ങളോളം യാത്ര ചെയ്തു വരുന്ന കപ്പലുകൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും സ്പെയർ പാർട്സുകളും കപ്പലിൻ്റെ എഞ്ചിനാവശ്യമായ എണ്ണയും എടുക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ 26 ദിവസം കഴിഞ്ഞ് കരയിലെത്തിയ ഈ കപ്പലും കപ്പലിനാവശ്യമായ സാധനങ്ങൾ ഇവിടെ നിന്നാണ് ലോഡ് ചെയ്തത്. ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന കപ്പലുകളായതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് ആവശ്യമായ റിപ്പയറിങ്, മെയിൻ്റനൻസ് വർക്കുകളും ഈ ഒരു പോർട്ടിൽ വെച്ചിട്ട് നടക്കാറുണ്ട്. ഇവിടെ ഷിപ്പുകൾ കാത്തു നിൽക്കാറില്ല. ഇവിടെയെല്ലാം വേഗത്തിലാണ്. വേഗത്തിൽ ലോഡിങ്, വേഗത്തിൽ ഡിസ്ചാർജ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ സിംഗപ്പൂർ പോർട്ടിനെ തിരഞ്ഞെടുക്കുന്നു. സ്പീഡും ടെക്നോളജിയും സീ പവറും, അതാണ് സിംഗപ്പൂർ പോർട്ട്. 120 രാജ്യങ്ങളിൽ നിന്നായി 600-ലധികം പോർട്ടുകൾ സിംഗപ്പൂർ ത്രൂ കണക്റ്റഡ് ആണ്. രാത്രിയും പകലും ഇവിടെ ഒരേപോലെ ജോലികൾ നടക്കുന്നു. മഴയായാലും വെയിലായാലും പോർട്ടിൻ്റെ ഓപ്പറേഷൻസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാറില്ല. ചെറിയ രാജ്യം, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ കപ്പലുകൾ ഇവിടെ ലൈനായി നിൽക്കുന്നു. ഞങ്ങളുടെ കപ്പലിൽ നിന്നും ഏകദേശം 9,000-ഓളം കണ്ടെയ്നറുകളാണ് സിംഗപ്പൂരിലെ ഈ പോർട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. 26 ദിവസം കഴിഞ്ഞ് കരയിലെത്തിയ ഈ കപ്പലിലുള്ള ജോലിക്കാർക്ക് പുറത്തു പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരിക്കലും ഇവിടെ സാധിക്കില്ല. കാരണം ഇവിടെ കപ്പലിലെ ജോലിക്കാർ നല്ല തിരക്കിലായിരിക്കും. കാരണം ഇവിടെ നിന്നാണ് കപ്പലിനാവശ്യമായ ഭക്ഷണം, കപ്പലിൻ്റെ എഞ്ചിനാവശ്യമായ എണ്ണ, അതേപോലെ തന്നെ കപ്പലിലെ വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്നത്, അതേപോലെ തന്നെ കപ്പലിലെ മെയിൻ്റനൻസ്, സ്പെയർ പാർട്സുകൾ ലോഡ് ചെയ്യുന്നത്. അങ്ങനെ കപ്പലിലെ ജോലിക്കാർ ഇവിടെ നല്ല തിരക്കിലായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ സിംഗപ്പൂർ പോർട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, അതോ ഇത് ആദ്യമായിട്ടാണോ കാണുന്നത്? അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ അടുത്ത പോർട്ട് ഷാങ്കായ് ആണ്, ചൈനയിലെ ഷാങ്കായ്. അതുവരെ എല്ലാവർക്കും ബായ്.